ഇടുക്കി പീരുമേടിലെ പോപ്സ് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ തേയില നുള്ളുന്നത് നിർത്തി 4 മാസമായി ശമ്പളം ലഭിക്കാതെ വന്നതോടെ തൊഴിലാളികൾ പുറത്ത് ജോലിക്ക് പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ തോട്ടം അടച്ചുപൂട്ടുമോ എന്നും തൊഴിലാളികൾ ആശങ്കപ്പെടുന്നുണ്ട്. ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ, പീരുമേട് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ തേയിലത്തോട്ടങ്ങളിലൊന്നാണ് പോപ്സ് ഗ്രൂപ്പിൻ്റേത്. 1500ഓളം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇതിൽ സ്ഥിരം തൊഴിലാളികളും താൽക്കാലിക തൊഴിലാളികളുമുണ്ട്. ഇവർക്ക് കഴിഞ്ഞ 4 മാസമായി ശമ്പളം ലഭിച്ചിട്ട് ശമ്പള കുടിശ്ശിക തീർക്കുന്നതിനായി തൊഴിലാളി സംഘടനകൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. 1 മാസത്തെ ശമ്പളം നൽകാൻ ചർച്ചയിൽ ധാരണയായിരുന്നു. എന്നാൽ തൊഴിലാളികളുടെ അക്കൗണ്ടിലെത്തിയത് 15 ദിവസത്തെ ശമ്പളം മാത്രമാണ്. ആഴ്ചയിൽ ലഭിക്കുന്ന 300 രൂപ ചെലവ് കാശിൽ കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതോടെ തേയിലക്കൊളുന്ത് നുള്ളുന്നത് നിർത്തി തൊഴിലാളികൾ പുറം ജോലിക്ക് പോവുകയാണ്. മാനേജ്മെൻറ്റ് പറയുന്നത് ഇന്ന് മിനിഞ്ഞാന്ന് ഒരു ചർച്ച ഉണ്ടായിരുന്നു, അതിലെല്ലാം അടച്ച് പിരിഞ്ഞ് പോയി എന്ന് പറഞ്ഞ് അതുമാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. 5 മാസമായി ശമ്പളം കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെല്ലാം വെളിയിലാണ് പണിക്ക് പോകുന്നത്. എസ്റ്റേറ്റിൽ മൊത്തം കൊളുന്ത് വളർന്ന് ഒത്തിരി വളർന്ന് കിടക്കുക. എല്ലാ കാട്ടിലും കൊളുന്തുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ പണിക്ക് പോവുക. പോപ്സ് ഗ്രൂപ്പിന്റെ മഞ്ചുമല, ഗ്രാമ്പി, തേങ്ങാക്കല്ല് എന്നിവിടങ്ങളിലെ തേയില ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുകയാണ്. പീരുമേട്ടിലെ MMJ പ്ലാന്റേഷനും പീരുമേട് ടീ കമ്പനിയും പൂട്ടിപ്പോയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അവശേഷിക്കുന്ന തോട്ടങ്ങൾ കൂടി പൂട്ടിപ്പോകുമോ എന്ന ആശങ്കയാണ് മേഖലയിൽ നിലനിൽക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.